സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുടുക്കിയതാണെന്ന് പറയുകയാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ മകളായ ഉഷ മോഹൻദാസ്. ആ കുടുംബത്തിനുണ്ടായ ബുദ്ധിമുട്ടിൽ തനിക്ക് ഖേദമുണ്ടെന്നും അവർ പറയുന്നു. ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം വീണ്ടും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സഹോദരി കൂടിയായ ഉഷ മോഹൻദാസിൻ്റെ ഈ വെളിപ്പെടുത്തൽ. ഉമ്മൻചാണ്ടി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ആദ്യ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ ഗണേഷ് കുമാർ അന്നേ ജയിലിൽ പോകുമായിരുന്നു. അങ്ങനെ വന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഇപ്പോൾ മന്ത്രിപദത്തിൽ എത്താനോ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ആ സമയത്ത് മന്ത്രിസ്ഥാനം തിരികെ നൽകാത്തത് ഗണേഷിന് ഉമ്മൻചാണ്ടിയോടുള്ള പകയ്ക്ക് കാരണമായി. സോളാർ കേസിൽ ആരോപണങ്ങൾ അടങ്ങിയ കത്ത് ബാലകൃഷ്ണപിള്ളയ്ക്ക് ലഭിച്ചിരുന്നു. ആ കത്ത് അന്ന് താനും കണ്ടതാണ്. ആ കത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പരാമർശങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പേര് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. സോളാർ കേസുമായും കത്തുമായും ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാലം ഇതൊന്നും പറയാതിരുന്നതാണെന്നും ഉഷ മോഹൻദാസ് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസവും മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സഹോദരിയായ ഉഷ മോഹൻദാസ് ഉന്നയിച്ചത്. അച്ഛൻ്റെ, അതായത് ആർ ബാലകൃഷ്ണപിള്ളയുടെ അവസാന കാലം ഒരു വീട്ടു തടങ്കലിന് സമാനമായ അവസ്ഥയിലായിരുന്നുവെന്ന് ഉഷ മോഹൻദാസ് ആരോപിച്ചു. മരിക്കുന്നതിന് ഏകദേശം 1 വർഷം മുൻപ് മുതൽ അച്ഛനെ സ്വന്തമായി ഒപ്പിടാൻ പോലും സാധിക്കുമായിരുന്നില്ലെന്നും അവർ പറയുന്നു. പാർക്കിൻസൺസ് രോഗം മൂലം കൈകൾ വിറച്ചിരുന്ന സാഹചര്യത്തിൽ ഗണേഷ് കുമാറിൻ്റെ അസിസ്റ്റൻ്റായ മനോജ് പൊന്നച്ചൻ കൈപിടിച്ച് ചെക്കുകളിലും മറ്റ് രേഖകളിലും ഒപ്പിടിച്ചതായും ഉഷ ആരോപിക്കുന്നുണ്ട്. ആർക്കൊക്കെ പണം നൽകണം, ആരെ കാണണം എന്നിവരെ തീരുമാനിച്ചിരുന്നത് ഗണേഷ് കുമാറായിരുന്നു. അതേപോലെ തൻ്റെ അച്ഛൻ ഒരിക്കലും മക്കളെ വേർതിരിച്ച് കാണുന്ന ഒരു വ്യക്തി അല്ലായിരുന്നുവെന്നും നിലവിലുള്ള വിൽപ്പത്രം കൃത്രിമമായി തയ്യാറാക്കിയതാണെന്നും ഉഷ തറപ്പിച്ച് പറയുന്നു. കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വത്തുക്കളും ഏകദേശം 36 പ്രോപ്പർട്ടികളും ഗണേഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും 2ാം ഭാര്യയ്ക്കും ലഭിച്ചപ്പോൾ തനിക്ക് പേരിന് പോലും ഒന്നും ലഭിച്ചില്ല. 2016-ൽ അമ്മ എഴുതി നൽകിയ ഓഹരി മാത്രമാണ് വിൽപ്പത്രത്തിൽ തൻ്റെ പേരിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വിൽപ്പത്രം തയ്യാറാക്കിയ സമയത്ത് അച്ഛൻ അത് വായിച്ചറിയുകയോ ബോധപൂർവം ഒപ്പിടുകയോ ചെയ്തിട്ടില്ലെന്നും ഉഷ പറഞ്ഞു. ഈ വിൽപ്പത്രം ഗണേഷ് കുമാറാണ് തയ്യാറാക്കിയതെന്ന ഗുരുതര ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട്. ഗണേഷ് കുമാർ അച്ഛനെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു വശത്ത് സഹോദരനും മറുവശത്ത് അച്ഛനുമായതുകൊണ്ട് ഞാൻ എന്ത് മറുപടി പറയുമെന്നായിരുന്നു ഉഷയുടെ പ്രതികരണം. എന്നാൽ ഗണേഷ് കുമാറിൻ്റെ പെരുമാറ്റം മൂലം അച്ഛൻ പലതവണ കരഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു എന്നും ഉഷ പറയുന്നുണ്ട്. ഗണേഷ് വീട്ടിലെത്തുമ്പോൾ അച്ഛൻ പേടിച്ച് വിറക്കുന്ന അവസ്ഥയിലായിരുന്നുവെന്നും ആ മാനസിക സമ്മർദ്ദം അദ്ദേഹത്തെ ഏറെ ബാധിച്ചിരുന്നുവെന്നും ഉഷ വെളിപ്പെടുത്തി. ഗണേഷ് കുമാറിൻ്റെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചിയെക്കുറിച്ചും ഉഷ സംസാരിച്ചു. യാമിനി നല്ലൊരു വ്യക്തിയാണെന്നും അവരെയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ ഗണേഷ് കുമാർ ശ്രമിച്ചപ്പോൾ അച്ഛനാണ് അത് തടഞ്ഞതെന്നും കൂടെ അവർ പറഞ്ഞു. തൻ്റെ മകളുടെ മകൻ ക്യാൻസർ ബാധിച്ചപ്പോൾ ചികിത്സക്കായി ബാലകൃഷ്ണപിള്ള കരുവച്ചിരുന്ന പണം പോലും ഗണേഷ് കുമാർ കൈക്കലാക്കിയതായി ഉഷ പറയുന്നു. ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന തുക കുഞ്ഞിൻ്റെ ചികിത്സക്ക് നൽകണമെന്ന് അച്ഛൻ നിർദ്ദേശിച്ചിരുന്നു. എങ്കിലും മരണശേഷം ആ പണം ഗണേഷ് കൈവശപ്പെടുത്തിയെന്നാണ് ഉഷ പറയുന്നത്. സ്വന്തം രക്തബന്ധത്തോട് പോലും ഇത്രയും ക്രൂരത കാണിക്കാൻ ഒരാൾക്ക് എങ്ങനെ സാധിക്കുന്നുവെന്ന് കൂടി ഉഷ മോഹൻദാസ് ചോദിക്കുന്നുണ്ട്.